ചലഞ്ചോ വ്ളോഗോ അങ്ങനെ ക്രാഫ്റ്റോ അങ്ങനെയൊന്നുമല്ല. ഇനി നിങ്ങൾ ആരും ഇതുവരെ കാണാത്തതാണോ എനിക്കറിയില്ല. എന്നാൽ ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വ്ളോഗാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ടിട്ടുണ്ടാകും. ട്രീ വ്ളോഗ് എന്ന് വെച്ചാൽ എൻ്റെ സറൗണ്ടിങ്സിലുള്ള ചെടികൾ, വള്ളികൾ, ട്രീസ് അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതായത് ചില വീട്ടിലുള്ളതുണ്ടാകും, ഇല്ലാത്തതുണ്ടാകും. അപ്പോൾ നമുക്ക് ഒട്ടും ഒരു വീഡിയോസിൽ ഡ്യൂപ്ലിക് അച്ചാർ, ലൗലോലിക് അച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ മരമാണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് അതിൻ്റെ മരം. ക്ലിയറായിട്ട് കാണുന്നു. ഇതിലോരോരോ കുഞ്ഞു കുഞ്ഞു കായ്കൾ വന്നു കണ്ടില്ല, ഒരുപാട് കായ്കളുണ്ട്. അത് മേലാണ്. അപ്പം എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ എന്താ, ഇതാണ് നമ്മളുടെ മരം. ഇത് കയറാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നിലത്ത് വീഴുന്നത് നല്ലത് നോക്കിയെടുക്കാറാണ്. അല്ലെങ്കിൽ ഞങ്ങൾ കോണി വെച്ച് എങ്ങനെയെങ്കിലും കയറലാണ് ഇട്ടുള്ളത്. കണ്ടില്ല, നല്ല ഭംഗിയുള്ള ഓരോരോ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ മരത്തോല അങ്ങനെ നിൽക്കുമ്പോൾ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൽ കായ്ക്കുന്ന കായ് നിങ്ങൾക്ക് ഞാൻ ശരിക്കും കാണിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സാധനങ്ങൾ. ഇത് ഞാൻ വെച്ചിട്ടൊരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പൗത്തിട്ടില്ല, എന്നാലും മീഡിയം പൗപ്പ് ആണ്. ഇതൊക്കെ പൗത്തിട്ടുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാം, ഉപ്പിലിട്ടത് ഉണ്ടാക്കാം. ആപ്പിൾ ചാമ്പക്ക എന്ന് പറയുന്ന ഒരു ആപ്പിൾ ചാമ്പക്കൻ്റെ ട്രീ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നോക്കണം കേട്ടോ, അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ആപ്പിൾ ചാമ്പക്ക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പൗത്താലൊക്കെ നല്ല മധുരം ഉണ്ടാവും. സാധാ ചാമ്പക്കല്ല, ഇത് ആപ്പിൾ പോലത്തെ ഒരു ചാമ്പക്കയാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ മരത്ത് കയറട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കേട്ടോ. ഇത് പൗത്തിട്ടില്ല, കണ്ടില്ല, പൗക്കാത്തതാണ് വെച്ചിട്ട് ഓർത്തുള്ളത്. നിറച്ചുണ്ടാകുമ്പം അവിടെയൊക്കെ കണ്ടില്ലേ, ഇതാണ്. പക്ഷെ ആ പൗത്തത് എനിക്ക് മേലേക്ക് കയറണം. പക്ഷെ എനിക്കതൊന്നും മേലേക്ക് കയറാൻ പറ്റില്ല. ഐ എം വെരി വെരി സോറി കേട്ടോ. ഞാനിത് പൗത്തത് ഇവിടെ കാണുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയൊക്കെ കയറിയതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് നല്ല ഭംഗിയുള്ളൊരു ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് പൗത്താൽ. പറിച്ച് കാണിച്ചു തരാമെന്നുണ്ടായിരുന്നു, പക്ഷെ പറിക്കാനൊക്കെ ഒന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് എത്തൂല. ഞാൻ അപ്പോൾ അത് സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. കണ്ടില്ലേ, മാംഗോസ്റ്റിൻ്റെ മരമാണ് കേട്ടത്. അപ്പോൾ മാംഗോസ്റ്റിൻ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഇതാണ് മാംഗോസ്റ്റിന്. മാംഗോ അല്ല കേട്ടോ, മാംഗോസ്റ്റിനാണ്. അപ്പോൾ ഇതിൽ ചെറുതൊക്കെ ഉള്ളു കേട്ടോ, വലുതായിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ നിറയെ കൊമ്പുകളാണ് കേട്ടോ, നിറയെ കൊമ്പുകളാണ്. ഞാൻ ഇതിൽ കായ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറുതായിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഈ ആട് തിന്നാലും ഇവിടെ ആടുണ്ട് കേട്ടോ, ആടേ. അപ്പം ഇതാണ് മാംഗോസ്റ്റിൻ്റെ കുഞ്ഞത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് നോക്കൂ നിങ്ങൾ, ഒരു ഓറഞ്ചിനെ പോലെ കേട്ടോ. ഓറഞ്ചിൻ്റെ ഇത് കിട്ടുമല്ലോ, കുഞ്ഞതാണ്. ക്ലിയർ ഉണ്ടാകില്ല ഫോണിന്. കുഞ്ഞതാണ് കേട്ടത്. ഓ എന്തൊരു കുഞ്ഞാ, നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ് കേട്ടോ അതൊക്കെ. ഇപ്പം മാംഗോയുള്ള മാവാണ് കേട്ടത്. ഇപ്പം ഇതിൽ കായ്ച്ചിട്ടില്ല. കായ്ച്ചാലൊക്കെ നല്ല ടേസ്റ്റുള്ള മാങ്ങകളൊക്കെയാണ് കേട്ടോ ഉണ്ടാകുക. കായ്ച്ചിട്ടില്ല. ഇപ്പോൾ 2 മാവുമാരുണ്ട്. തൊട്ടടുത്തുള്ള ഇതും മാവുമാരും തന്നെയാണ്. അപ്പം അടിപൊളിയാണ് കേട്ടോ, മാവാണ്. ഇപ്പം കായ്ച്ചിട്ടില്ല, അതുകൊണ്ട് കാണിച്ച് ചക്കപ്പായ എന്ന് പറഞ്ഞ സീരിയൽ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്ക ആളുകളും. അതിലുള്ള ചക്കപ്പായാണ്, ചക്കപ്പായത്തിൻ്റെ മരമാണ് ഇത്. ഇത് ഞങ്ങൾ ഇവിടെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും കാണുന്നില്ല ക്യാമറയിലൊന്നും. ചക്കപ്പായാണ് ഇട്ടത്. ഇതിൽ നിറച്ചുണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരെണ്ണം മാത്രമേ പൗത്തിട്ടുള്ളൂ. അപ്പം ഇതാണ് കേട്ടോ സാധനം. പിന്നെ ഇതാണ് എൻ്റെ വളർത്തു പൂച്ച. ഇതാണ് എൻ്റെ ടിങ്ങുടി വളർത്തു പൂച്ച. ഇതിൻ്റെ പേരെന്താ അറിയോ? ഗൗഷി എന്നാണ് കേട്ടോ. ഗൗഷി എന്താടാ, എന്തേ മീൻ ഇട്ടാണ് കേട്ടോ. അതിനാണ് ഞാൻ പുറത്തിറങ്ങിയ അവയ്ക്ക് മീൻ വാങ്ങിത്തരും. ഇതാണ് എൻ്റെ ഗൗഷി. ഇനി നമുക്ക് നമ്മളുടെ ഇതിലേക്ക് കിടക്കാം.
അപ്പം ഇതാണ് ചക്കപ്പാത്തിൻ്റെ മരം. എവിടെയോ അവിടെ തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ മരത്ത് കയറിയിട്ടുള്ളതാണ്. ചക്കപ്പയൻകുട്ടാ ഒന്നും പൗത്തിട്ടില്ല. പൗത്തൊരു റെഡ് കളറാവും കേട്ടോ. ഇവിടെ ഇതാക്കുന്ന ഒന്നും കൂടി ഉണ്ട്. ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. എൻ്റെ ചുറ്റിലൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. അടിയിലൊന്നുണ്ട്, അടിയിൽ 2 ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. ഞാൻ ഇവിടെ ഉണ്ട്, അത് ഉണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അടുത്തൊക്കെ ഇതാണ് ചക്കപ്പയൻകുട്ടൻ കണ്ടില്ലേ. പ്ലാവ് മരം കേട്ടോ. അപ്പം അടുത്തൊരു വീടുണ്ട്. അപ്പം ഇത് ഉണ്ടാവുന്നേ ഉള്ളൂ, ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഇതാണ് ചെടിയാണ്. ഇവിടെ മീലാഞ്ചി ചെടികളുണ്ട്. ഇതാട്ടോ മീലാഞ്ചിൻ്റെ ഇല അരിച്ചിട്ട് ഞങ്ങളൊക്കെ ഇടാറുണ്ട് വീട്ടിൽ, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് അത്. ഇങ്ങനെ ഒരു മരത്തിലാണ് അത് ഉള്ളത്, കണ്ടില്ലേ. അടുത്തത് എല്ലാവർക്കും അറിയുന്ന അവിടെ സ്വന്തം വായയാണ് കേട്ടോ. കണ്ടില്ലേ, വായാണ്. ക്ലിയർ ഇല്ല, ലൈറ്റ് ഇല്ല കേട്ടോ. അയ്യോ, ഞാനിപ്പോൾ ഒരു കല്ലിൽ എങ്ങനെയൊക്കെയോ നിൽക്കുകയാണ്. അരിനെല്ലിക്കൻ്റെ മരമാണ്. ലൈറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റ് അധികമൊന്നും കാണുന്നില്ല. ഇതാണ്. പക്ഷെ ഇതിലുണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പം ഇതിൻ്റെ മാസമെല്ലാം ഞങ്ങളെ വീട്ടിലൊന്നും ഉണ്ടാകാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അരിനെല്ലിക്കൻ്റെ ചെറുനാരങ്ങൻ്റെ ഇലയാണ്. പക്ഷെ ചെറുനാരങ്ങ ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല മണമുണ്ട് ഇതിന്. കഴിഞ്ഞ പ്രാവശ്യം 2-3 ചെറുനാരങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മണമാണ്. പക്ഷെ അതുപോലെ തന്നെ മുള്ളുണ്ട് കേട്ടോ. ഇതിൽ നിറച്ച് മുള്ളാണ്. അപ്പോൾ ഇതാണ് ചെറുനാരക്കൻ്റെ ചെടി. ഞങ്ങൾക്ക് 3-4 കിട്ടുക കേട്ടോ കഴിഞ്ഞ മാസം. ഇപ്പം ഇത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെറുനാരങ്ങൻ്റെ ചെടി. ഇത് പപ്പായാണ്. പപ്പായ എന്ന് വെച്ചാൽ കർമൂസ ഉണ്ട് കേട്ടോ. അതാണ് ഇത്, കണ്ടില്ലേ, കർമൂസ ഇതാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഞങ്ങളെ വീട്ടിലെ മുറ്റത്തായിട്ടുള്ളത് എന്താ പറയുക, ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഉണ്ട്. കരിവേപ്പിൻ്റെ ഇല കണ്ടില്ലേ, ഇതാണ് കരിവേപ്പിൻ്റെ ഇല. കരിവേപ്പിൻ്റെ ഇല, ആലുവേപ്പിൻ്റെ ഇല. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇത് പരട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ആശ്വാസം കിട്ടും. അതിൻ്റെ നല്ല ഔഷധമാണ്. മരം ബദാമില്ലേ, അതിൻ്റെ മരമാണ്. ബദാം ഉണ്ടാവാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബദാമിൻ്റെ ഇല. അവിടെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ ഇത് ഫാഷൻ ഫ്രൂട്ട് ആണ്. ഇത് ഒക്കെ ഫാഷൻ ഫ്രൂട്ടാണ്. നമുക്ക് അടുത്തതാണ് ഫാഷൻ ഫ്രൂട്ട് ഇല്ലാത്ത സപ്പോട്ടയാണ് കേട്ടോ. ഇത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഇതാണ് സപ്പോട്ട, അറിയില്ലേ, അതാണിത്. കണ്ടില്ലേ, സപ്പോർട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതാണ് കുറച്ചുണ്ട് കേട്ടോ. വയലറ്റ് ഫാഷൻ ഉണ്ട്. ഫാഷൻ ഫ്രൂട്ട് കണ്ടില്ലേ, വയലറ്റ് ഫാഷൻ ഫ്രൂട്ട് വിളഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒന്നിനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇതുപോലത്തെ ഒരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.